എല്ലാവർക്കും Healthines for Allന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ഓട്സ് പായസമാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ പായസം എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ ചിലർക്കെങ്കിലും ഒക്കെ കൊളസ്ട്രോൾ, പ്രഷർ, അതുപോലെ ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കും കൂടി ഈ പായസം കഴിക്കാവുന്ന രീതിയിലാണ് ഞാനിതിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ്. ഓട്സ് പല ഫ്ലേവറിലുള്ളത് കിട്ടും, പക്ഷെ നമുക്കിതിനകത്ത് ഫ്ലേവറൊന്നും ഇല്ലാത്ത ഓട്സ് മതി. ഇനി അടുത്ത് നമുക്ക് ശർക്കര നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ മധുരം എന്തോരം വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിന് എടുത്താൽ മതി. ഇനി ഉപ്പ് നമ്മുടെ പായസത്തിന് വേണ്ടി രുചിക്ക് വേണ്ടി മാത്രം ഒരു നുള്ളു ഉപ്പ് എടുത്താൽ മതി. ഇനി നമുക്ക് കിസ്മിസ്, കാഷ്യൂനട്ട്, നെയ്യ്, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഇത് ഏലക്ക തന്നെയായിട്ട് പൊടിക്കാൻ പാടായതുകൊണ്ട് ഞാൻ ഇച്ചിരി പഞ്ചസാരയോടെ കൂട്ടിയാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഇത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാൻ 2 ബൗൾ തേങ്ങ എടുത്തിട്ടാണ് തേങ്ങാപ്പാലാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്, നമുക്ക് പാനിയാക്കാനായിട്ടും പിന്നെ ഓട്സ് കുറുക്കിയെടുക്കാനായിട്ടുള്ള. ഇപ്പം നമ്മളിവിടെ പാനിയാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഇന്ന് നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കടുത്തത് കാഷ്യൂവും കിസ്മിസും കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനതിലൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്കും കൂടി വേണ്ടിയുള്ളതായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ കുറച്ചും കൂടി നെയ്യൊക്കെ എടുത്തിട്ട് നമുക്കുണ്ടാക്കാവുന്നതാണ്. ഇവിടെ പാൻ ചൂടായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുള്ളൂ. നമുക്കതിലേക്ക് കാഷ്യൂവും കിസ്മിസും കൂടി വറുത്ത് വരാം. ഇനി നമ്മുടെ ഓട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു നിറം മാറാൻ തുടങ്ങുന്ന സമയം വരെ നമ്മൾ വെച്ചാൽ മതി. ഒരുപാട് നേരത്തേക്കൊന്നും വെക്കണ്ട. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓട്സ് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ ആ കുറുകി വരുന്നത് കൊണ്ടാണ് നമ്മളതൊന്ന് വറുത്തെടുക്കണമെന്ന് പറയുന്നത്. അതൊരു 2-3 മിനിറ്റത്തേക്ക് നമ്മൾ വെച്ചാൽ മതി. നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം ഒക്കെ ആക്കി വെച്ചാൽ മതി. കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. കൈ എടുക്കാതെ നമ്മളത് എടുത്തുകൊണ്ടിരിക്കുന്നത്, കാരണം അത് അടിയിൽ പിടിക്കാനോ കരിയാനോ ഒന്നും പാടില്ലേ. അപ്പോൾ നമ്മുടെ ഓട്സ് ഇവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് എത്ര അതിൻ്റെ ഫ്ലേവർ വേണ്ടതനുസരിച്ച് നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വന്നിട്ട് തേങ്ങാപ്പാൽ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലെല്ലാം ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് മൊത്തത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള അരിച്ചെടുത്ത് നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്തോരം മധുരം വേണമെന്നതിനെക്കുറിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ അത് ഞാനിപ്പോൾ ഇത് മൊത്തം ഒഴിക്കുവാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം, നന്നായിട്ട് തിളച്ചത് വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓട്സ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പാലൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഈ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് പശുമ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഓട്സ് ഉണ്ടാക്കാം. പശുമ്പാലെന്ന് പറഞ്ഞാൽ നമ്മൾ പശുമ്പാൽ മാത്രമായിട്ടാണ് ഇതിനെ എടുക്കുന്നത്. കുറച്ച് പാലേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ച് അതുപോലെ പശുമ്പാൽ നമ്മൾ എടുക്കണം. അപ്പോൾ പശുമ്പാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ഒരുപാട് കൊഴുപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് വെള്ളവും തേങ്ങാപ്പാലുമായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്കൊരു നുള്ളുപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ റോസ്റ്റ് ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂവും കിസ്മിസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് നമ്മുടെ മുതിർന്നവർക്കൊക്കെ നമുക്കിനി ധൈര്യമായിട്ട് ഇത് കൊടുക്കാം. കാരണം ഞാനിതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാനിത് ഓട്സ് വറക്കാനായിട്ടാണെങ്കിലും അധികം ഓട്സ് വറക്കാനായിട്ട് ഞാൻ നെയ്യ് ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ സാധാരണ രീതിയിൽ ഇത് വറുത്തെടുക്കുകയായിരുന്നു ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി ഫ്ലേവറും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഏലക്ക പൊടിച്ച് വെച്ചത് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്യാൻ, കാരണം നമ്മുടെ പായസം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഓട്സ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കാരണം ഇത് നമുക്ക് ഏത് പ്രായമുള്ളവർക്ക് വേണമെങ്കിലും നമുക്കിത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ആൻഡ് ഹെൽത്തിയോടെ ആശംസിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ഈ പായസം ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.